നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ വാവിട്ട വാക്കുകളും അധിക്ഷേപ പരാമർശങ്ങളും നടത്തുന്നത് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണോ എന്ന വിഷയമാണ് ഇന്ന് വോട്ട് കമന്റ് പരിശോധിക്കുന്നത്. ന്യൂസ് മലയാളത്തിന്റെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ ചോദ്യം പങ്കുവച്ചിരുന്നു. ഇതിന് പ്രേക്ഷകർ നൽകിയ വോട്ടുകളും കമന്റുകളും പരിശോധിക്കുന്ന വോട്ട് കമന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് പ്രേക്ഷകർ നൽകിയ വോട്ടുകൾ പരിശോധിക്കാം. വാവിട്ട വാക്കുകൾ, അധിക്ഷേപ പരാമർശങ്ങൾ വേറെ ഒന്നും പറയാനില്ലാഞ്ഞിട്ടാണോ എന്ന ചോദ്യത്തിന് 82% പേർ അതെ എന്നും 13% പേർ അല്ല എന്നുമാണ് പ്രതികരിച്ചത്. ഇനി നമുക്ക് പ്രേക്ഷകർ നൽകിയ കമന്റുകൾ പരിശോധിക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ RDXൽ ഈ വിഷയം വിശദമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ശ്യാമിൽ നല്ല വൃത്തിയായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കമന്റ് നോക്കാം. മാലി CTയുടെ കമന്റാണ് ഫസ്റ്റ്. പൊതുവെ UDFകാരുടെ പ്രത്യേകിച്ച് ലീഗുകാരുടെ ഒരു പൊതു സ്വഭാവമാണ് വ്യക്തിഹത്യ നടത്തുക എന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളാണ് എതിർചേരിയില്ലെങ്കിൽ ഇവരുടെ വായിൽ നിന്ന് എന്താണ് വരുന്നത് എന്ന് പറയാനാവില്ല. അല്ലെങ്കിലോ ഇവർ മതവും വിശ്വാസവുമെല്ലാം കൂട്ടിക്കുഴച്ച് വിളമ്പും. മൊയ്തീൻ MK പറയുന്നത് പണ്ട് കോണി സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടി എന്ന് വിശ്വസിപ്പിക്കുമായിരുന്നു. ഇന്നത് സമൂഹം തിരിച്ചറിഞ്ഞു. വഖഫ് സ്വത്തുക്കൾ കട്ട് തിന്നതിലൂടെ സമുദായവും തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ വ്യക്തിഹത്യ, അത് ഈ നാട് അംഗീകരിക്കുമോ എന്നാണ് നോക്കുന്നത്. ഈ പാർട്ടിയിലെ മണ്ഡലം പ്രസിഡന്റ് ഇതാണെങ്കിൽ അണികളുടെ കാര്യം പറയാനുണ്ടോ? ഇതിൽ എന്താണെന്ന് വെച്ചാൽ നസീബ, ഇതിനകത്ത് ഏതെങ്കിലും നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ മാത്രം പ്രശ്നമായിട്ട് നമുക്കിത് പറയാൻ പറ്റില്ല. ഇത് കാലാകാലങ്ങളായിട്ട് ഇപ്പോൾ അധികാരത്തിൽ വരുന്ന അല്ലെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് വരുന്ന സ്ത്രീകളുടെ നേരെ ഇത്തരം അധിക്ഷേപ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർ നിരന്തരമായിട്ടുള്ള ഇത്തരം അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പ്രതിഭയുടെ കാര്യത്തിൽ ഓപ്പോസിറ്റ് ഇപ്പം VD സതീശനെയോ അല്ലെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പുരുഷ സ്ഥാനാർത്ഥിയാണെന്ന് വിചാരിച്ചോ, ഇവർ പറയുമോ ആകാര വടിവ് കൊണ്ടാണ് വോട്ട് നേടുന്നതെന്ന്? പറയുമോ? ഇല്ലല്ലോ. അത്തരമൊരു അവർക്കവിടെ രാഷ്ട്രീയം പറയാൻ പറ്റും. ഇവിടെ ഇതിപ്പം ഗൗരിയമ്മ മുതൽ ഇപ്പം ഈ പ്രതിഭ, തഹ്ലിയ വരെയുള്ള ഈ യുവ വനിതാ നേതാക്കളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതെ, ഇതിൽ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. എല്ലാവരും നിരന്തരമായി നേരിട്ടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഗൗരിയമ്മ അടക്കമുള്ളവരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അന്നു മുതലേ ഇത്തരം അധിക്ഷേപ പരാമർശങ്ങളുണ്ട്. അതെ, അന്ന് ഇത് മുദ്രാവാക്യത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിൽ ഇന്നത് സോഷ്യൽ മീഡിയ കമന്റുകളുടെയും അല്ലാത്ത ഇത്തരം പ്രസ്താവനകളുടെയും രൂപത്തിലാണ് വരുന്നതെന്നേ ഉള്ളൂ. അപ്പം ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രമായിട്ട് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇത് രാഷ്ട്രീയ രംഗത്തെ സ്ത്രീകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇത് കലാരംഗത്തെ, സാംസ്കാരിക രംഗത്തെ ഒക്കെ മേഖലകളിലെ സ്ത്രീകൾക്ക് ഇത് നിരന്തരം, അല്ലെങ്കിൽ അഭിപ്രായം പറയുന്ന സ്ത്രീകൾക്ക് ഇത് നിരന്തരം കേൾക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ കമലാ സുരയ്യ ആവട്ടെ, അവരൊക്കെ എന്തോരം സ്ലട്ട് ഷെയ്മിങ് നേരിടേണ്ടി വന്നിട്ടുള്ള ആളാണ്. അതുപോലെ ഇപ്പം റിമ കല്ലിങ്കൽ, പാർവതി, സിനിമാ രംഗത്ത് ഇവരൊക്കെ അഭിപ്രായം പറഞ്ഞതിന് നേരിട്ടിട്ടുള്ള അധിക്ഷേപങ്ങൾ എന്താ പറയാ, അതുപോലെ കയ്യും കണക്കും ഉണ്ടാവില്ല, അതുപോലെ അധിക്ഷേപങ്ങൾ നേരിട്ടിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ വിന്നി പറഞ്ഞതിനോട് ചേർത്ത് പറയേണ്ട കമന്റ് ഉണ്ട്. ഹാരിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ CPMന്റെ സിന്ധുജോയ് കോൺഗ്രസിൽ പോയപ്പോൾ അവർ അഭിസാരിക എന്നാണ് VS അച്യുതാനന്ദൻ വിളിച്ചത്. രമ്യ ഹരിദാസിനെ വിജയരാഘവൻ ആക്ഷേപിച്ചതും തീരെ മോശമായിട്ടാണ്. അപ്പോഴൊന്നും കറതീർന്ന സഖാക്കളെ ആരും തിരുത്തിയില്ല. ഇർഷാദ് എന്ന വിവരം കെട്ടവൻ പറഞ്ഞത് ന്യായീകരിക്കാൻ വന്നതല്ല. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ചെറുതും വലുതുമായ രാഷ്ട്രീയ ഭിക്ഷാന്തഹികൾ എല്ലാ പാർട്ടിയിലും ഉണ്ട്. ആൾക്കൂട്ടവും മൈക്കും കാണുമ്പോൾ ഹാലിളകുന്ന മര്യാദ കെട്ടവന്മാരെ നിലയ്ക്ക് നിർത്തേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്. വാതുറന്നാൽ വിവരക്കേട് മാത്രം പറയുന്ന ആശാനെ പോലെയുള്ളവർക്കും മണി കെട്ടണം. അയാളും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിൽ മത്സരബുദ്ധിയുള്ളവനാണ് എന്നാണ് ആ കമൻറ്റ്. അതിപ്പം നീ പറഞ്ഞ കാര്യം തന്നെയാണ്. സ്ത്രീവിരുദ്ധത പറയുന്നതിൽ ഇന്ന പാർട്ടി, ഇന്ന മുന്നണി, ഇങ്ങനെയൊന്നുമില്ല. എല്ലാവരും സ്ത്രീവിരുദ്ധത പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആരും അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുന്നില്ല, അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണല്ലോ 2026 എത്തി നിൽക്കുമ്പോഴും ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നോക്കൂ, ആലത്തൂരിൽ വിജയരാഘവൻ LDF കൺവീനർ ആയിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു രമ്യ ഹരിദാസിനെതിരെ വളരെ മോശമായിട്ടുള്ള കമന്റ് നടത്തുന്നത്. അപ്പോൾ അത് ആ സമയത്തും പുള്ളി അതിനെ എന്താ പറയാ അഡ്രസ് ചെയ്യാൻ തയ്യാറായിട്ടില്ല, അത് ന്യായീകരിക്കുക ചെയ്തത്. അതായത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നാണ് പറഞ്ഞത്. ഇർഷാദ് പറഞ്ഞതും ഇവിടെ പരാമർശം പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതെ, അതൊരു വലിയ പ്രശ്നമാണ്. അതായത് നമുക്കിപ്പോൾ വിജയരാഘവൻ അതിൽ കൃത്യമായി മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു മാതൃകയാക്കി നമുക്ക് മുന്നിൽ വെക്കായിരുന്നു. പക്ഷെ അത് നടത്തിയില്ല എന്നുള്ളത്, പ്രത്യേകിച്ച് ഇടതുമുന്നണിയിൽ നിന്നുള്ള ഒരാൾ കൂടി, നേതാവ് എന്നുള്ള രീതിയിൽ കൂടി അത് നമ്മൾ കാണേണ്ടതാണ്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പുരോഗമന പാർട്ടി, അതെ, പുരോഗമന പാർട്ടിയാണ്. CPM എന്ന പാർട്ടി
കൂടുതൽ പുണ്യാളത്വം കളിക്കണ്ട. അത് കവിത പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതിൽ ശരിയാണ്. ഇപ്പോൾ പ്രതിഭനെ അപമാനിച്ച നേതാവ് ഇർഷാദ് പുള്ളി പറഞ്ഞത്, പുള്ളിയുടെ പ്രസംഗം മുഴുവനായിട്ട് കേട്ടാൽ അതിനകത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തോന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞതിനെ വളച്ചൊടിച്ച് നല്ല വാക്കുകൾ അടർത്തി മാറ്റിയിട്ട് ആണ് മാധ്യമങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് അത് എടുത്തു എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പരാമർശം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇതൊരു ഡാമേജ് കൺട്രോളാണ്. അതായത് സാധാരണ ടിപ്പിക്കൽ രാഷ്ട്രീയക്കാർ നടത്തുന്ന ക്ലാസിക് ഡിഫെൻസ്. ഇതിനകത്ത് പ്രതിഭയുടെ പേര് പറയുന്നില്ല. അദ്ദേഹം പ്രതിഭയുടെ പേര് പറഞ്ഞ കാര്യം തെറ്റാണ് എന്ന് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ അതായിരുന്നു ശരി. ഈ മാപ്പ് പറച്ചിലെന്ന് പറയുന്നത് പേര് പറയാതെ പറയുമ്പോൾ, അതായത് ഒരു സ്ത്രീയെ പേര് പറഞ്ഞിട്ട് ശാരീരം വെച്ചിട്ടും അല്ലാതെയും അപമാനിക്കാൻ പറ്റുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് അതിലത് വിമർശനം വരുമ്പോൾ പേര് പറയാൻ പറ്റുന്നില്ല? അത് ആ പറഞ്ഞതിൻ്റെ പിന്നെ ഖേദം പ്രകടിപ്പിക്കുന്നതിനകത്തുള്ള ഗ്രാവിറ്റി മനസ്സിലായിട്ടില്ല ഇതിന്റെ. എന്തുകൊണ്ടാണ് ഈ വിമർശനം വരുന്നത്, അതിനുള്ള രാഷ്ട്രീയ പക്വത പോലും ഇവർക്കില്ല എന്നുള്ളതാണ് ഇതിപ്പോൾ മനസ്സിലാവുന്നത്. കമന്റ് സെബാസ്റ്റ്യൻ KC: ശരിയാണ്, വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം ശരിയല്ല. ഇലക്ഷന് വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്നിവക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അബ്ദുസല്ല പറയുന്നത്, 10 വർഷം പ്രതിപക്ഷം എന്തു ചെയ്തു? ഈ സർക്കാരിനെതിരെ ഒരു സമരം നടത്തിയോ? പിന്നെ ശശി മണിമുറ്റം: സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയ നീചനെ മീഡിയ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ഇവിടെ ആരും ചെയ്തിട്ടൊന്നും ആരും മഹത്വവൽക്കരിക്കില്ല. ഇതിനകത്ത് നേരത്തെ കവിത പറഞ്ഞ വിജയരാഘവന്റെ കാര്യം പറഞ്ഞു. വിജയരാഘവൻ മാത്രമല്ല, മുതിർന്ന അല്ലെങ്കിൽ നമ്മൾ തലമുതിർന്ന നേതാക്കളെല്ലാവരും ഇത്തരത്തിലുള്ള നിരവധി അധിക്ഷേപ കമൻറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു VS അച്യുതാനന്ദൻ അടക്കമുള്ളവർ, ഇപ്പം ലതിക സുഭാഷിനെതിരെ, അതെ 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 അതുപോലെ സിന്ധു ജോയിക്കെതിരെ. സിന്ധു ജോയി അത്രയും കാലം ആ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാണെന്ന് ഓർക്കണം. എന്നിട്ട് വരെ അവരെ പുറത്തു പോയപ്പോൾ കറിവേപ്പില, അഭിസാരിക, ഇത്തരം മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ വിളിക്കുന്നത് കോൺഗ്രസിൽ അവർക്ക് തഴയപ്പെട്ടു. അതെ, ഇത്തരം മോശം കമൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ മകളെക്കുറിച്ച് നിയമസഭയിൽ നടത്തിയ പരാമർശം, ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങളാണ്. അതുപോലെ എം എം മണിക്ക് പിന്നെ ഒരു ആനുകൂല്യം കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ പ്രയോഗമാണ് എന്നുള്ളതാണ്. ആ ഒരു ആനുകൂല്യം കിട്ടുന്നുണ്ട്. അതുപോലെ കെ സുരേന്ദ്രൻ CPM-ലെ സ്ത്രീകളെ കുറിച്ച് ഒരു കമൻറ്റ് പറഞ്ഞിട്ടുള്ളത്, CPM-ലെ സ്ത്രീകൾ തടിച്ചു കൊഴുത്ത് പൂതനകളെ പോലെയായി എന്നുള്ളതാണ്. അതായത് എല്ലാ മുന്നണികളിലെ നേതാക്കന്മാരും ഉണ്ട്. ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിൽ ആരും പിന്നോട്ടല്ല. കെ സുധാകരൻ പിന്നെ ഒരു തവണയല്ല പലതവണ ഇത്തരം പരാമർശങ്ങൾ നടത്തും, പിന്നെ ഖേദം പ്രകടിപ്പിക്കും. അതെ, ഇത്തരത്തിൽ അതൊരു എന്താ പറയുക, സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയായിട്ട് കെ സുധാകരൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കോവിഡ് റാണി പരാമർശമൊക്കെ KK ശൈലജ ഏറ്റവും അവസാനമാണ്. അതിന്റെ മുൻപും ഒരുപാട് പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മറ്റേ സോളാർ കേസിലെ പരാതിക്കാരിയെ കുറിച്ചിട്ടുള്ള ഒരു ബലാത്സംഗ കമന്റ്, അതിൽ വനിതാ കമ്മീഷൻ വരെ എന്ന് പറഞ്ഞത് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുന്നത് അംഗീകരിക്കാൻ പറ്റില്ല, സാംസ്കാരിക കേരളത്തിന് അപമാനമാണ് എന്നുള്ളതാണ്. എനിക്കൊന്ന് ഇതിന്റെ കൂടെ ചേർത്ത് വെച്ച് പറയാനേ, അതേപോലെ PC ജോർജിന്റെ കാര്യം പറയുകയാണെങ്കിൽ, പുള്ളിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും നല്ലത് വന്നാൽ മതി എന്ന ഒരു ഇതായിരിക്കും ജനങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഞാനിതില്ലേ VS അച്യുതാനന്ദന്റെ കാര്യം പറഞ്ഞപ്പോൾ ലതിക സുഭാഷിനെതിരെ നടത്തിയ പരാമർശം, അത് ശ്രദ്ധിച്ചാലേ അന്ന് VS പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇവര് വലിയ പ്രശസ്തയാണ്, ഏത് രീതിയിൽ പ്രശസ്തയാണെന്ന് അറിയാവുന്ന, എന്നിട്ട് അത് വിവാദമായ സമയത്ത് അതിന് മറുപടി പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാനതിന് അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് അവർ മുന്നേ നേതൃസ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ആ രീതിയിൽ പ്രശസ്തയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ നിഷ്കളങ്കമായ വിശദീകരണമായിരുന്നു അത്. ഈ നേതാക്കൾക്കെതിരെ, അതായത് വനിതാ നേതാക്കൾക്കെതിരെ ഉന്നയിക്കുന്ന പല അധിക്ഷേപ പരാമർശങ്ങൾ ഈ പറഞ്ഞ പോലെ വളരെ ദ്വയാർത്ഥ പരാമർശമുള്ള സാധനങ്ങളാണ്. മറ്റേ ഹരിതയിലെ നേതാക്കന്മാർ അന്ന് പരാതി നൽകിയ സമയത്ത് PK നവാസിന്റെ കമന്റും ബിരിയാണി ചെമ്മിന്റെ കമന്റും, അത് ഇത്തരത്തിലുള്ള കമന്റുകളെല്ലാം ഈ ദയാർത്ഥം വെച്ചിട്ടുള്ളത് ആണ് എന്നുള്ളതാണ്. അതുപോലെ ഒരു ഷാഹിദ് പാറമലാണ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്, സർക്കാരിനെതിരെ ഒരു വിമർശനം പോലും ഉയർത്താൻ കഴിയാത്തതിനാൽ പ്രതിഭ MLAക്ക് നേരെ വൃത്തികേട് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നതാണോ നിങ്ങളുടെ രാഷ്ട്രീയം? ലിജു കരഞ്ഞു പിഴിഞ്ഞ് വോട്ട് യാചിക്കുന്ന കാഴ്ച മലയാളി മുഴുവൻ കണ്ടു. ഇത് ജനാധിപത്യമല്ല, ദയനീയതയാണ്. അതുപോലെ ഷാഹിൻ വയനാട് പറയുന്നത്, രാഷ്ട്രീയം പറയാനില്ല, ഭരണവിരുദ്ധ വികാരം എന്നൊന്നില്ല, വികസനം മുരടിപ്പില്ല, അഴിമതിയില്ല, പിന്നെ വ്യക്തി അധിക്ഷേപവും ഇല്ലാത്ത ഡീലും അല്ലാതെ എന്ത് പറയും എന്ന് ചോദിക്കുന്നുണ്ട്.
അല്ല ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് പറയാൻ കുറച്ച് കമൻ്റ് ഉണ്ട്. അതിൽ അബ്ദുൽ ഗഫൂർ പറയുന്ന കമൻറ്റ് ഇങ്ങനെയാണ്: സ്ത്രീകൾക്ക് അത്യാവശ്യം ബഹുമാനമൊക്കെ കൊടുക്കുന്ന പുരോഗമന പ്രസ്ഥാനമാണ് ലീഗ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ആണ്. ഇതിന് റിപ്ലൈ ആയിട്ട് ഉവൈസ് പറയുന്നത്, ഓ പിന്നെ ഭയങ്കര മാന്യന്മാരാണല്ലോ ലീഗുകാർ എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് ഇന്നലെ നടന്നത് നല്ല ബഹുമാനം കൊടുത്തിട്ടാണല്ലോ. PK നവാസിനെതിരെ തഹലിയ പീഡനക്കേസ് കൊടുത്തത് വലിയ ബഹുമാനം കൊടുത്തിട്ടാവുമല്ലേ. രാഷ്ട്രീയം അറിയില്ലെങ്കിൽ പിന്നെ ആ പരിപാടിക്ക് നിൽക്കരുത് എന്ന്. ഇപ്പൊ ഇതിപ്പം തഹലിയന്റെ കാര്യം പറഞ്ഞ സമയത്ത് അന്ന് ഈ വിഷയം ഉണ്ടായി. ഇപ്പോഴും ഈ പേരാമ്പ്രയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം സൈബർ അറ്റാക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുന്ന അതിന്റെ അടിയിലെ കമന്റുകൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അശ്ലീലമാണ് അവർക്കെതിരെ. അത്തരത്തിലുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് അതെ, ഇതില് മുന്നണി വ്യത്യാസമില്ല, തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകള് അതായത് പ്രതിഭയ്ക്കെതിരെ മുസ്ലിം ലീഗ് നേതാവ് ഒരു പരാമർശം നടത്തുമ്പം ആ ലീഗ് നേതാവിനെ വിമർശിക്കുന്നവരിൽ ഒരു വിഭാഗം ചെന്നിട്ടാണ് ദഹ്ലിയനെ ചെന്നിട്ട് ചീത്ത വിളിക്കുന്നത്. അപ്പോൾ കമന്റ് ഷാഹുൽ ഹമീദിന്റെ കമന്റ്: ഉറപ്പല്ലേ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പ്രതിപക്ഷത്തിന്റെ അവസ്ഥ നോക്കൂ. ഭരിക്കുന്ന സർക്കാർ നാടിനു വേണ്ടി ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയില്ല എന്ന് പറയാനില്ലാത്ത വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പ്രതിപക്ഷം എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ വ്യക്തിഹത്യ ചെയ്ത് മാനസികമായി തകർക്കുക എന്നതാണ് ലക്ഷ്യം. ഷംസുദ്ദീനും പറയുന്നത്, വായിൽ തോന്നിയതുപോലെ വിളിച്ചു പറയുന്ന വർഗീയ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ തിണ്ണ നിറങ്ങി ജീവിക്കുന്ന മതമൗലികവാദികൾ നാടിന് അപമാനമാണ്. ഇതൊരു മതമൗലികവാദ വിഷയമോ അല്ല, അങ്ങനത്തെ ഒന്നും അല്ല. ഇത് ആളൊരു പിന്നെ ബെന്നി ബെനഡിക്റ്റ്, ആ 2-3 കമന്റ് ഉണ്ട്. ബെന്നി ബെനഡിക്റ്റ്, ജിയോ ഫെർണാണ്ടസ്, രജനീഷ്, ഇവരൊക്കെ പറയുന്നത് പ്രതിഭ മുമ്പ് മാധ്യമപ്രവർത്തകരെ പറ്റിയല്ലേ മുൻപ് ശരീരം വിറ്റ് ജീവിക്കാൻ പറഞ്ഞത്. നിങ്ങളത് ചോദിക്കണം. എന്തായാലും ഈ ഒരു സംഭവം കൊണ്ട് ലിജു ജയിക്കും എന്ന് ബെന്നി പറയുമ്പോൾ, ജിയോ ഫെർണാണ്ടസ്, മകന്റെ കഞ്ചാവ് കേസ് റിപ്പോർട്ട് ചെയ്ത വനിതാ മാധ്യമ പ്രവർത്തകർ ശരീരം വിറ്റ് ജീവിക്കാൻ പറഞ്ഞതോ? അതായത് നമ്മളടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളെന്തിനാണ് പറയുന്നത്, നിങ്ങൾക്ക് എതിരെ മുമ്പ് ഇത് പറഞ്ഞത് എന്നുള്ളത്. അതിലവർ ക്ഷമാപണം നടത്തിയതാണ്. ഇനി അവരതിനകത്ത് അന്ന് എന്ത് പറഞ്ഞതായാലും ഇല്ലെങ്കിൽ കൂടി അവർക്കെതിരെ അതുപോലത്തെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ എന്നാൽ പിന്നെ നിങ്ങളത് കേട്ടോ, ഞങ്ങളിവിടെ മിണ്ടാതിരുന്നോളാം എന്ന് പറയുന്ന ഒരു പക്വതയുള്ള ഒരു മാധ്യമ പ്രവർത്തകർ പോയിട്ട് ഒരു മനുഷ്യൻ പോലും അതിലൊരു സ്ത്രീ എന്ന രീതിയിൽ നമുക്ക് ഒരു കാരണവശാലും നിൽക്കാൻ പറ്റുന്നില്ല, ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നതല്ല. അങ്ങനെയുള്ള ഇതിനകത്തൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ഡീവിയേറ്റ് ചെയ്യാനും എസ്കലേറ്റ് ചെയ്യാനൊന്നും നോക്കുന്ന ശരിയല്ല. അതിനകത്ത് വേറൊരു അഭിപ്രായം വന്നിട്ടുള്ളത് ഷാജി സൈമണിൻ്റെയാണ്. അതൊരു വലിയ കമൻ്റാണ് കേട്ടോ. ആ സ്ഥാനാർത്ഥിയോടുള്ള അസഹിഷ്ണുതയാണ് ഇത് വെളിവാക്കുന്നത്. ഇത് വളരെ മൃഗീയമായിട്ടാണ് പുള്ളിക്കാരൻ സംസാരിച്ചത്. അതൊരിക്കലും പാടില്ലാത്തതായിരുന്നു. ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ 10 വർഷം അവിടുത്തെ MLA എന്ന നിലയിൽ പ്രവർത്തിച്ച ഒരാളോട് അതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. കാരണം എതിരെ ഒന്നും പറയാനില്ലാത്തതുമാവാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഷാഹിദ് പാറമല നേരത്തെയും പറഞ്ഞിരുന്നു. അന്നേരം ഇപ്പം വീണ്ടും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ ആരായാലും അതിപ്പോൾ ലീഗാണെങ്കിലും ലീഗിലുള്ളവർക്ക് എന്തും പറയാനുള്ള ഒരു വസ്തു മാത്രമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഹരിത തൊട്ടിട്ട് അതെ പറഞ്ഞിട്ടുണ്ട്. അതെ, വികസനം ചർച്ചയാവരുത്, അതാണ് UDF ലക്ഷ്യമെന്നും പറയുന്നുണ്ട് ജോസ്. അതുപോലെ തന്നെ ഷെബീർ ഹസൻ പറഞ്ഞത് ലീഗ് എന്ന പാർട്ടി വളരെ അധപ്പതിച്ചു എന്നുള്ളതാണ്. ലീഗിൽ നിന്ന് മാത്രമല്ല, ഇത് ലീഗിനെ മാത്രം എങ്ങനെ ഇതിനകത്ത് പറയാൻ പറ്റുക? എല്ലാ മുന്നണികളും ഇതിന്റെ ഭാഗമാണ്. പക്ഷേ ലീഗ് മാത്രമല്ല. ഞാൻ ലീഗിനെ ന്യായീകരിച്ചിട്ടല്ല പറയുന്നത്. ലീഗിനെ മാത്രമായിട്ട് ഇത് വേറെ ആരും മോശക്കാരല്ല. നിലവിലത് ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതുകൊണ്ടായിരിക്കാം ഈ കമന്റ് വന്നിട്ടുണ്ടാവുക. 2019 വിജയരാഘവൻ പറഞ്ഞപ്പോ എന്തായിരിക്കും നമ്മളിപ്പോ ഈ ചർച്ച നമ്മൾ അന്നാണ് നടത്തുന്നതെങ്കിൽ എന്തായിരിക്കും? ഇതിൽ ഇനിയും കമന്റ് ഉണ്ട് കേട്ടോ. നമുക്ക് അത് കഴിഞ്ഞിട്ട് UDF ഭരണത്തിൽ വരാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. പിന്നെ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നീചമായ വാക്കുകൾ ഉപയോഗിക്കുന്നു, പറയുന്നതെല്ലാം അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നു എന്നാണ് ലേഖയുടെ കമന്റ്. അതിൽ നൂറുൽ ഇർഫാൻ പറയുന്നത് ഇതൊക്കെ ആവേശത്തിൽ പറയുന്നതാണെന്നാണ്. അങ്ങനെ ആവേശത്തിൽ പറയാൻ പാടില്ല. എന്ത് ആവേശം ഉണ്ടെങ്കിലും നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ അപമാനിച്ചുകൊണ്ടാവരുതല്ലോ. അത്തരത്തിലൊരു ആവേശത്തിന്റെ പുറത്താണ് വകതിരിവ് എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായ ബോധത്തിന്റെ പുറത്താവണം നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, അപ്പൊ ഇത് അടിസ്ഥാന ബോധം ഇതായിരിക്കാം.
അതാണ് ഇപ്പം അതിന് കൂടെ എടുത്തു പറയേണ്ട കാര്യം, ഇപ്പം എം ലിജു ഈ സ്ഥാനാർത്ഥി ഇതിന് സംസാരിക്കുന്നുണ്ടെങ്കിൽ കരയുന്ന ഒരു വിഷ്വൽ വന്നല്ലോ. അപ്പം അദ്ദേഹം ഇമോഷണൽ ആയതിനെ നമ്മൾ കുറ്റം പറയുന്നതല്ല. പക്ഷെ ഇപ്പുറത്ത് നോക്കൂ, യു പ്രതിഭ പത്രസമ്മേളനം വിളിച്ച് കരയുന്ന സമയത്ത് അതിന്റെ അടിയിൽ വരുന്ന മുഴുവൻ അധിക്ഷേപ കമന്റുകളാണ് ഉണ്ടായി. അവരാ അപ്പോൾ അതായത് ആ ചൂടിൽ നിൽക്കുകയാണ് അവര്. ഇത്രയും ഇങ്ങനെ അപമാനിക്കപ്പെട്ടിട്ട് ആ ചൂടിൽ വന്നിട്ട് പത്രസമ്മേളനം നടത്തുമ്പോൾ അവർ ഇമോഷണലായി പോകണം. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ, അതെ, നാടകം, അഭിനയം, അല്ല അവർക്കത് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ചെറുപ്പം മുതലേ SFI തൊട്ടേ അവര് രാഷ്ട്രീയ രംഗത്ത് അവര് അത്രയും രാഷ്ട്രീയ പാരമ്പര്യമുള്ള, അതെ, പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും ഒക്കെ ആയിട്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിട്ട് വളർന്നു വന്ന ഒരാളാണ്. പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ച് കൊണ്ടിറക്കിയ ആളല്ല അയാള്. അവരുടെ ആ രാഷ്ട്രീയ പാരമ്പര്യം റദ്ദ് ചെയ്തിട്ടാണ് ഇത്തരം ഒരു കമന്റ് ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ട് അവർക്ക് ഇമോഷണൽ. രാഷ്ട്രീയം പറഞ്ഞ് എതിർക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് സ്ത്രീകളെ അങ്ങ് ലക്ഷ്യം ചെയ്തിട്ട് അല്ല, ഇത് രാഷ്ട്രീയം പറഞ്ഞ് എതിർക്കാൻ പറ്റാത്ത ആളല്ലല്ലോ പ്രതിഭ. അല്ല, അപ്പൊ ഇത് അതിന്റെ അല്ല കാര്യം. ഇത് ഇവരിങ്ങനെയാണ് പെണ്ണുങ്ങളെ കാണുന്നത്. അല്ല, അത് ശരിയാണ്. ഇവരിങ്ങനെയാണ് പെണ്ണുങ്ങളെ കാണുന്നത്. അതിന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി, ലോകത്തിൽ പല വനിതാ നേതാക്കളുണ്ട്. ലോക വനിതാ നേതാക്കളെ വരെ അപമാനിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ത്രീകളുടെ കാര്യത്തിൽ വരുമ്പോഴാണ് ഈ ഇമോഷണൽ ആവുന്നത്, കളിയാക്കുന്നത് വളരെ കോമൺ ആവുന്നത്. അതേസമയം പുരുഷ നേതാക്കള് ഇമോഷണലായി കണ്ടിട്ടില്ലേ നമ്മള്? മുല്ലപ്പള്ളി രാമചന്ദ്രൻ കരഞ്ഞു കണ്ടിട്ടില്ലേ നമ്മള്? കെ സുധാകരൻ ഈ കഴിഞ്ഞ ദിവസം കരഞ്ഞു കണ്ടിട്ടില്ലേ? ഇപ്പോഴൊക്കെ നമുക്കുണ്ടാവാത്തൊരു പ്രശ്നമാണ് ഒരു സ്ത്രീ വന്നിരുന്ന് കരയുമ്പോൾ ഉണ്ടാവുന്നത്. ഈ പറയുന്ന അധിക്ഷേപം നേരിട്ടയാളെ വീണ്ടും അധിക്ഷേപിക്കുക. അതെ, എന്തൊരു ടോക്സിക് ആണ് അത് മറ്റേത് ഗ്ലോറിഫൈ ചെയ്യപ്പെടുകയാണ്. മറ്റേ പുരുഷ നേതാക്കന്മാരുടെ കണ്ണുനീര് ഗ്ലോറിഫൈ ചെയ്യപ്പെടുകയാണ്. ഇവർ കരയാണ്, അയ്യോ ഇവര് വിഷമിക്കുകയാണ്, അലിയാണ് മനസ്സ്. അപ്പോ എതിർ സ്ഥലത്തൊരു സ്ത്രീ ആവുമ്പം ഈ പറഞ്ഞ പോലെ അത് ഡ്രാമ, അഭിനയം, അതിന് അങ്ങനെ കുറെ അർത്ഥങ്ങളാണ് കൊടുക്കുന്നത്. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഹീറോയിസം. അതെ. പിന്നെ ഇതിലെന്താന്ന് വെച്ചാല് ഈ ഓൺലൈനിലെ ആളുകൾക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല. അവർക്ക് എന്തും പറയാം, അനോണിമിറ്റി കൂടുതലുമാണ്. അപ്പോൾ ഇവർക്ക് എന്തും വിളിച്ച് പറയാം. ഈ പറയുമ്പോൾ ഒരാൾ ആവേശത്തിൽ പറയുമ്പോൾ മറ്റയാൾ അതിലും ആവേശത്തിൽ പറയുന്നു. അപ്പോൾ ഇത് അപ്പുറത്ത് കേട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നെഞ്ചിൽ ഇങ്ങനെ തറക്കുകയാണ് ഈ വാക്ക്. ഇത് നമ്മളത് ഇവരത് കമന്റ് ഇട്ട് പോകും. നമ്മളെന്ന് പറയാൻ പറ്റില്ല, ഇവരത് കമന്റ് ഇട്ടിട്ട് പോകുന്നു. ഇപ്പം നമുക്കെതിരെയാണ് അത് ഉണ്ടാകുന്നതെങ്കിൽ നമുക്കത് അതുകൊണ്ട് ഉണ്ടാവുന്ന നമുക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ഫസ്റ്റ് വീഡിയോയ്ക്ക് വന്ന കമന്റ് ഓർക്കുന്നു, കുടുംബശ്രീ ഇതെന്താ കുടുംബശ്രീ യൂണിറ്റോ നമുക്ക് വന്ന സ്ത്രീകൾ രാഷ്ട്രീയം അവരെ സംബന്ധിച്ച് കുടുംബശ്രീ എന്ന് പറയുന്നത് അത്രയും മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. പെണ്ണുങ്ങൾ കൂടിയിരുന്ന ഇവർക്ക് അവർക്ക് രാഷ്ട്രീയം സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള ധാരണ. കുടുംബശ്രീകളിൽ രാഷ്ട്രീയം സംസാരിക്കില്ലെന്നില്ല എന്നാണ് ഇവരുടെയൊക്കെ ധാരണ. സ്ത്രീകൾ രാഷ്ട്രീയം സംസാരിക്കില്ല, പാടില്ല, അബദ്ധധാരണ പൊതുവിലുണ്ട്. അത് ഈ നോഷൻ മാറ്റേണ്ടതാരാണ്? ഇത് ഈ രാഷ്ട്രീയ നേതാക്കൾക്കാണ്. ഇവർക്കാണല്ലോ ഈ എന്താ പറയുക, ഇവരാണല്ലോ നിരന്തരം പുരോഗമനത്തെ കുറിച്ചൊക്കെ പറയുന്നത്. ഇവരാണല്ലോ ഇത് മാറ്റേണ്ടത്. ഒരു കമന്റ് കൂടെ വന്നിട്ട് കേട്ടോ, ഇപ്പൊ വന്ന കമന്റാ. സേഫ് മേലയിൽ ചരിത്രത്തിൽ സ്ത്രീകൾക്കെതിരായ പരാമർശത്തിൽ ഇടതുപക്ഷ നേതാക്കൾ നടത്തിയ പരാമർശമേ ഓർമ്മയുണ്ടാവൂ. ഇത് കേരളത്തിലെ ഒരു പൊതുബോധമാണ്. അങ്ങനെയുണ്ടോ? അല്ല, നമ്മളെല്ലാവരും പറഞ്ഞല്ലോ, എല്ലാ മുന്നണികളും പറഞ്ഞിട്ടുണ്ട് ചർച്ചയിൽ. എനിക്കൊന്നും മുഴുവൻ കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും. അതെ, അതുകൊണ്ടായിരിക്കും ആളുകൾ ഈ അടിസ്ഥാനപരമായി രാഷ്ട്രീയ നേതാക്കളൊക്കെ നമുക്ക് മുന്നിൽ ഒരു മാതൃകയായി നിൽക്കേണ്ട ആൾക്കാരാണ്. അവര് തന്നെ ഇങ്ങനെ നടത്തുമ്പോൾ സാധാരണക്കാരുടെ കമന്റ് ഇടുന്ന ആളുകളെ പിന്നെ എന്തോ പറയുന്നു. അതെ, നമുക്കെന്നാ പിന്നെ അവസാനിപ്പിക്കാം അല്ലേ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് കേരള രാഷ്ട്രീയത്തോളം തലപ്പൊക്കമുള്ള KR ഗൗരിയമ്മ മുതൽ യു പ്രതിഭ, ഫാത്തിമ തഹ്ലിയ വരെയുള്ള നേതാക്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെയും അണികളുടെയും അധിക്ഷേപങ്ങൾക്കിരയായിട്ടുണ്ട്. നേതാക്കൾ തങ്ങളുടെ അധിക്ഷേപ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും രാഷ്ട്രീയ കേരളത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കണമെന്നുമാണ് വോട്ടർമാരെ കൂടിയായ ന്യൂസ് മലയാളത്തിന്റെ പ്രേക്ഷകർ നൽകിയ വോട്ടുകളും കമന്റുകളും പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം. ഗുഡ് ഈവനിങ്.